ഓക്കെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനും പിന്നെ അവിടെ ഒരു ഹോംവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വരുന്ന മൂന്നാമത്തെ പ്രോബ്ലമാണിത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. ഇത് ക്യൂബിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്യൂബിനെ പറ്റി നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ക്യൂബിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. ഏരിയ എന്ന് പറയുമ്പോൾ 6a² ആണ്. അത് ഈ 6 വരാൻ കാരണം ക്യൂബിന് 6 ഫേസുകളാണുള്ളത്, 6 സൈഡ്. ഒരു സൈഡിൻ്റെ ഏരിയ a², അപ്പോൾ 6a² ആണ് ഏരിയ. വോളിയം നമുക്ക് എപ്പോഴും അറിയാം, ക്യൂബ് എ ക്യൂബ്, വോളിയം എ ക്യൂബാണ്. ഓക്കെ, ഇനി ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അപ്പോൾ ക്യൂബിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. അതിൻ്റെ വോളിയം, അപ്പോൾ വോളിയം ഓഫ് ദി ക്യൂബ്, അപ്പോൾ എ ക്യൂബിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. വോളിയം ഓഫ് ദി ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദി റേറ്റ് 8 cm³/s. അപ്പം വോളിയം ടൈമിൽ തന്നിട്ടുണ്ട്, dV/dt തന്നിട്ടുണ്ട്. ഓക്കെ, വെൻ എഡ്ജ് ഈക്വൽ ടു 12. അപ്പോൾ എഡ്ജ് ആ എയുടെ നീളം 12 cm തന്നിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഏരിയ ഇൻക്രീസിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഹൗ ഫാസ്റ്റ് ഏരിയ അതെങ്ങനെ മാത്സിൽ എഴുതാം? ഹൗ ഫാസ്റ്റ് ഏരിയ, ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, ഏരിയ എന്ന് പറഞ്ഞാൽ എ, അപ്പോൾ dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. dA/dt അല്ലേ, dA/dt, ഏരിയ ബൈ ടൈം. ഏരിയനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഏരിയയുടെ വേരിയബിൾ എഡ്ജാണ്, ടൈമല്ല. അപ്പോൾ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏരിയനെ നമ്മൾ എഡ്ജിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അതിനുശേഷം എഡ്ജിനെ നമ്മൾ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. റെഡി അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ എക്ക് വരെ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? 6a². നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു സാധനം തന്നിട്ടുണ്ട്, വോളിയം ബൈ ടൈം, dV/dt. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്. ഇനി dV/dt നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യുക? വോളിയത്തെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കണം. പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കണം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? എ ക്യൂബ്. അപ്പോൾ ആരാണ് വേരിയബിൾ? ഏരിയ ആണ് വേരിയബിൾ. വോളിയത്തെ സംബന്ധിച്ചിടത്തോളം എഡ്ജാണ് അതിൻ്റെ വേരിയബിൾ. അപ്പം ടൈമിൽ ചെയ്യാൻ പറ്റില്ല, എഡ്ജിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ dV/dA കണ്ടോ, dV/dA ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? A/t ചെയ്യണം. അപ്പോൾ എയും വെട്ടിപ്പോയിട്ട് V/t എന്ന് പറഞ്ഞ ആൻസർ വന്നോളും. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആൻസർ തന്നിട്ടുണ്ട്, അത് 8 എഴുതി. ഇനി dV/dA വോളിയത്തെ എയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എ ക്യൂബിനെ എയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതെന്ത് വരും? 3a². നമ്മൾ ഇതിന് മുമ്പ് തന്നെ പഠിച്ചായിരുന്നു x⁻n. അപ്പോൾ n ഫ്രണ്ടിൽ വരും, nx⁻n-1. എ ക്യൂബിൻ്റെ 3 ഫ്രണ്ടിൽ വരും, 3a². ഓക്കെ, പിന്നെ dA/dt. അപ്പോൾ എഡ്ജിൻ്റെ സ്പീഡ് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 3a² ഇവിടെ ഇൻറ്റു ആണ്, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് വരും. സ്വാഭാവികമായിട്ടും ഡിവൈഡഡ് ബൈ എന്ന് പറയും. അപ്പോൾ 8/3a² ആണ് എഡ്ജിൻ്റെ സ്പീഡ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ എ എഡ്ജാണ്, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, ക്യാപിറ്റൽ ലെറ്റർ എ ഏരിയ ആണ്, സ്മോൾ ലെറ്റർ എ എഡ്ജാണ്. അപ്പോൾ എഡ്ജിൻ്റെ സ്പീഡ് നമുക്ക് തന്നു, റേറ്റ് ഓഫ് എഡ്ജ് നമ്മൾ കണ്ടുപിടിച്ചു. ഓൾറെഡി തന്ന വാല്യൂവിൻ്റെ അന്ന് ഇത് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ആ ഇക്വേഷൻ നമ്മളൊന്നും കൂടി എടുത്തെഴുതി. ഇനി A/A, ഏരിയ ബൈ എഡ്ജ് നമ്മൾ ചെയ്യണം. ഏരിയനെ എഡ്ജിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഏരിയ എന്താണ്? 6 ഫേസ് ഉള്ളതാണ്, 6a². അതിനെ എയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 6 കോൺസ്റ്റൻ്റ് ആണ്, ഫ്രണ്ടിൽ വെച്ചു. a² ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 2 ഫ്രണ്ടിൽ വരും, 2a⁻1. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ A/t ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഡ്ജ് ബൈ ടൈം നമ്മൾ കണ്ടുപിടിച്ചു, 8/3a². 8/3a². സിമ്പിളാണ്. ഇനി 3യും 6ഉം വെട്ടി 2 വന്നു. 2 × 2 4, 4 × 8 4 32. എയും a² ക്യാൻസലായി, താഴെ ഒരു എ മാത്രം വരും. താഴെ 2 എ ഉണ്ട്, മേളിൽ ഒരൊറ്റ എ ഉള്ളൂ. അപ്പോൾ താഴെ ഒരെണ്ണം വെട്ടിപ്പോയി, ബാക്കി എ. ഇനി എയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 12 cm ആണ് എഡ്ജ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 32/12 അതാണ് ഇതിൻ്റെ ആൻസർ. ഈ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഏരിയയുടെ സ്പീഡ്. ഏരിയ എന്ന് പറഞ്ഞാൽ cm², ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, cm²/s. സിമ്പിൾ ക്വസ്റ്റ്യൻ.